ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മുട്ടയപ്പാണ്. ഒരു മുട്ട വെച്ചിട്ട് 3 അപ്പം ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ആദ്യം തന്നെ ഞാൻ മുട്ടയിലൊന്ന് പുഴുങ്ങിയെടുക്കുന്നു. അപ്പം മുട്ട പുഴുങ്ങി വരുന്ന സമയങ്ങളിൽ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഉള്ളിയൊക്കെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഉള്ളിയൊക്കെ മുറിച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളിയിട്ട് കൊടുക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 3 പച്ചപ്പറിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിന് ശേഷം പുഴുങ്ങി വെച്ച മുട്ട അതിൻ്റെ ഷെല്ലെല്ലാം കളഞ്ഞിട്ട് ഇതിന് 3ആയിട്ട് മുറിച്ചെടുക്കാം. മുട്ട പുഴുങ്ങി വരുമ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇത് 3ആയിട്ട് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ശബ്ദം തിരിയുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓവർ ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നത്. ശ്രമിക്കുന്നുണ്ട് ഇതിന് മുന്നേ, പക്ഷെ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൻ്റെ മുട്ടയുടെ മഞ്ഞ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് അതുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മാവ് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുക്കാൻ 2 കപ്പ് മൈദപ്പൊടി പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും എണ്ണയും കൂടി ചേർത്ത് ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 2 ബോളാക്കിയിട്ട് എടുക്കാം. 2 ബോളും ഏകദേശം ഒരേ അളവിൽ പരത്തിയെടുക്കണം. അതിലേക്ക് പരത്തിയെടുത്തതിലേക്ക് ഒരു അടപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പുള്ള അടയാളം കൊടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഓരോ മുട്ടയുടെ പീസും അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നേരത്തെ പരത്തി വെച്ച ഒരു തൊലി എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് വന്നോളും. പിന്നെ അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫില്ലിങ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഓരോ അപ്പവും ചുട്ടെടുക്കാം. അപ്പോൾ ഇഫ്താറിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു മുട്ട ഉപയോഗിച്ചിട്ട് നമുക്ക് 3 അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സി യു.